ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം വളാഞ്ചേരി കോട്ടപ്പുറം പൗരസമിതി നടത്തുന്ന കോട്ടപ്പുറം ഫെസ്റ്റ് തുടരുകയാണ്. ഒട്ടേറെ അത്ഭുത കാഴ്ചകളാണ് ഫെസ്റ്റിൽ ഒരുക്കിയിരിക്കുന്നത്. ആബിദ് ഹുസൈൻ തങ്ങൾ MLA ആണ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തത്. ലണ്ടൻ ഗേറ്റ്, ലണ്ടൻ സിറ്റി, റോബോട്ടിക് ആനിമൽസ്, പെറ്റ് ഷോ തുടങ്ങിയ ഒട്ടനവധി ദൃശ്യാനുഭവങ്ങൾ, എല്ലാ ദിവസവും വിവിധ തരം സ്റ്റേജ് പ്രോഗ്രാമുകൾ, വൈവിധ്യമാർന്ന ഭക്ഷ്യവിഭവങ്ങളുമായി ഫുഡ് കോർട്ട്, വിവിധ തരം കൊമേഴ്ഷ്യൽ സ്റ്റാളുകൾ, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലുള്ള അമ്യൂസ്മെൻറ്റ് റൈഡുകൾ എന്നിവയാണ് ഒരുക്കിയിരിക്കുന്നത്. വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 വരെയാണ് പ്രവർത്തന സമയം. ഒരു മാസക്കാലത്തോളം ഫെസ്റ്റ് നീണ്ടു നിൽക്കും. കോട്ടപ്പുറം പൗരസമിതി കോട്ടപ്പുറം ഭാഗത്ത് ഒരു കോട്ടപ്പുറം ഫെസ്റ്റ് എന്ന ഒരു പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ നമ്മൾ 5-ാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ജീവകാരുണ്യ മേഖലയിൽ കുറച്ചു കാലമായിട്ട് പ്രവർത്തിച്ച ഒരു സംഘടനയാണ്, അല്ലെങ്കിൽ ഒരു ചാരിറ്റി നടത്തുന്നൊരു ഇതാണ് കോട്ടപ്പുറം പൗരസമിതി. ഞങ്ങൾ ആ ചാരിറ്റിക്ക് ഫണ്ട് കണ്ടെത്തുക എന്നുള്ള രീതിയിൽ ഒരു ഫെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. 5-ാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഇപ്പോൾ എല്ലാവരും വിളിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ കോട്ടപ്പുറം പൗരസമിതി എന്ന് പറയുന്നത് കോട്ടപ്പുറത്തുള്ള കുറച്ച് ചെറുപ്പക്കാർ അവർ ഒരു സംഘടന ഉണ്ടാക്കി, പൗരസമിതി എന്നുള്ള പേരിൽ ഒരു സംഘടന ഉണ്ടാക്കി അനവധി കാലമായി പ്രവർത്തിച്ചു വരുന്നുണ്ട്. സാധാരണക്കാരായ കൂലിപ്പണിക്ക് പോകുന്ന ആളുകളും അതുപോലെ തന്നെ എല്ലാ ദിവസവും പണിക്ക് പോയി വൈകുന്നേരം വന്ന് അവിടെ ഇത് കൂടി ആലോചിക്കുന്ന ഒരു ക്ലബ്ബാണ് പൗരസമിതിയുടെ കോട്ടപ്പുറം പൗരസമിതി. പൗരസമിതിയോട് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ആദ്യ പരിപാടികൾ കുറെ മുന്നത്തിന് നമ്മൾ പല പരിപാടികളും നടത്തിയിട്ടുണ്ട്. ഫുട്ബോൾ നടത്തിയിട്ടുണ്ട്, പടമരി മത്സരം നടത്തിയിട്ടുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങളും ഇതുണ്ട്. ഇതൊന്നും നടക്കാത്ത കാലത്തും ആരെങ്കിലും വന്നിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളുടെ കമ്മിറ്റിയിൽ പൈസ ഇല്ലെങ്കിലും ചെറുപ്പക്കാരായിട്ടുള്ള പൗരസമിതിയുടെ പൗരസമിതി മുഖ്യ രക്ഷാധികാരി സൈദാലിക്കുട്ടി ഹാജി, പ്രസിഡന്റ് വിപിൻ, ട്രഷറർ ജാഫർ, സെക്രട്ടറി റിയാസ് ബാബു, ജോയിന്റ് സെക്രട്ടറി ഷിജു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി.